ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആന്റി? ആന്റിക്ക് എല്ലാവരുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണല്ലോ. പിന്നെന്താ ആന്റി ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? ആ, പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ആന്റി ആന്റി ഇനി കെയർ ആയിരിക്കണം കേട്ടോ. അല്ല, ആന്റിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ? ഉണ്ടല്ലോ. വളരെ നല്ല കാര്യം. എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് വളരെ നല്ലതാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ക്യാഷ് ചിലവാക്കാതെ നമ്മുടെ കാര്യം നോക്കാമല്ലോ. ദീപക്, ഐ എം സോറി. എനിക്കറിയാം താൻ ഋതികയെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ദിവ്യയുമായിട്ട് അഫെയറിലായിരുന്നോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തനിക്ക് വലിയ മനസ്സാ. താൻ ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചില്ലേ? അല്ല, തന്റെ വൈഫ് മോനും എവിടെ? എന്താ ദീപക്കെ? ഏയ്, ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് എന്നോട് ദേഷ്യമായോ? ഏയ്, അവനെന്ത് ദേഷ്യം? അവന്റെ വൈഫും കുട്ടിയും അവന്റെ റൂമിൽ തന്നെ ഉണ്ട്. സോറി, ഞാൻ കാഷ്വലായി ചോദിച്ചെന്നേ ഉള്ളൂ. ദീപക്കിന് എന്നോട് വിരോധമൊന്നും ഉണ്ടാവരുത്. ഭാര്യയും കുഞ്ഞിനെയും നന്നായിട്ട് നോക്കണം. ഋതികയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എനിക്കറിയില്ലായിരുന്നു വർമ്മ സാറിന്റെ മകളാണെന്ന്. അറിയാതെ തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നിപ്പോയി. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ വിവാഹം മുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. മറ്റൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല. എനിക്കിപ്പോഴും നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്. ആ, ആയിക്കോട്ടെ. ആന്റി, ഞാനേ പ്രതാപൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, ആയിക്കോട്ടെ. ആ, ഓക്കെ ദീപക്, നമുക്ക് കാണാം. ഇവരെ ഞാനിന്ന് ശരിയാക്കുമേ. ഇവിടെ ഇരിക്കടാ, ഇരിക്കാൻ. ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുവാ. ഈ സമയത്ത് നീ എന്തെങ്കിലും പുകലുണ്ടാക്കിയ അതിന്റെ പുറകെ നടന്ന് മധ്യസ്ഥത പറയാനൊന്നും എനിക്ക് സമയമില്ല. അതുമല്ല, അതിനുള്ള ആരോഗ്യവുമില്ല. അതുകൊണ്ടേ നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കെ. അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. റോഹൻ പറഞ്ഞു കാണൂ. അച്ഛൻ പോസിറ്റീവായി എടുത്താ കുഴപ്പമില്ല, അല്ലെങ്കിൽ പണി പാളും. ഏയ്, അച്ഛൻ പോസിറ്റീവായി എടുക്കൂ. എന്താ ഋതിക മേഡം, എന്തെങ്കിലും ടെൻഷൻ അടിച്ചേക്കുന്നത്? ഏയ്, ഒന്നുമില്ല രാജു. മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തോ ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ മേഡം? എന്റെ മുഖം കണ്ട അങ്ങനെ തോന്നൂ? ആ, പിന്നെ മാഡത്തിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പുലിവാല് പിടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തോന്നുവല്ലേ? പിന്നെ തോന്നും. ഇപ്പൊ എന്തെങ്കിലും തോന്നൂ? ആ, ഇപ്പൊ ഒന്നും തോന്നില്ല. പക്ഷേ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തറുള്ളത് പോലെ. ഒരു പ്രശ്നമുണ്ട് രാജു. എന്ത് പ്രശ്നം? അത് ഞാൻ പിന്നെ പറയാം. റോഹനെ അങ്ങോട്ട് അച്ഛന്റെ റൂമിലേക്ക് പോയത് രാജു കണ്ടായിരുന്നോ? ഇല്ല.
വർമ്മ സാർ എന്നോട് ഈ ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇന്ന് കളക്ടർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഫയലാ. ഓക്കെ. അല്ല, അച്ഛന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ? എന്ത് ശബ്ദം? അച്ഛൻ റോഹനുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഉറക്കെ പറയുന്നതായിട്ടോ? ഇല്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി മാഡം? എന്താന്ന് വെച്ചാ പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഏയ്, ഇതെങ്ങനെ രാജു വിചാരിച്ച പരിഹാരം ഉണ്ടാവുന്ന കാര്യമല്ല. ഓഹോ, അപ്പോ പ്രശ്നങ്ങളെല്ലാം സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങി. ആ, ചില പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്നതല്ലേ നല്ലത്. അതെ അതെ, ഈ ഒരു സ്പിരിറ്റ് എപ്പോഴും ഉണ്ടായാ മതി. അല്ല, രാജുന്റെ വിവാഹകാര്യം എന്തായി? എന്റെ ഏത് വിവാഹകാര്യം? രമ്യായിട്ടുള്ള വിവാഹകാര്യം. മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ രമ്യ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ രാജു ആരെ അങ്ങനെയൊക്കെ കാണുന്നേ? എങ്ങനെയൊക്കെ? അല്ല, രാജുവിന് എന്നോട് സ്നേഹമില്ല, രമ്യയോട് സ്നേഹമില്ല. ഇനി രാജുവിന് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? മറ്റാരോടെങ്കിലും പ്രണയമുണ്ടോ? എനിക്ക് അങ്ങനെ ആരോടും പ്രണയമില്ല. പക്ഷേ എനിക്കങ്ങനെ അല്ല രാജു തോന്നിയത്. രാജുന്റെ മനസ്സില് രാജുവിന് ഒരാളോട് പ്രണയമുണ്ട്. രാജു അത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നാ എനിക്ക് തോന്നുന്നത്. ആരോട്? അതൊക്കെ എനിക്കറിയാം. സത്യം ഞാൻ ഒരു ദിവസം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്റെ പൊന്ന് ഋതിക മാഡം, എന്നെ വിട്ടേക്ക്. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെങ്കിലോ? എന്താ മാഡം? സത്യം പറഞ്ഞ ഇന്നാണ് റോഹന്റെ അടുത്ത് എനിക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. ആ, എന്തായി രാജു ഫയലിന്റെ കാര്യങ്ങളൊക്കെ? റെഡിയാണ് സർ. കേട്ടോ റോഹൻ, ഇതുവരെ എന്റെ ഒരു റിപ്പോർട്ട്സും എവിടെയും ലേറ്റായി എത്തിയ ചരിത്രമില്ല. അത് എന്റെ മിടുക്കലാട്ടോ, എല്ലാം എന്റെ മിടുക്ക. ഇവൻ എന്റെ PA ആയതുകൊണ്ട് പുകഴ്ത്തി പറയുന്നൊന്നല്ല. ഇവൻ ശരിക്കും ഒരു കമ്പ്യൂട്ടർ മനുഷ്യനാണ്. ഇവൻ എന്ത് വേഗത്തിലാണെന്ന് അറിയാമോ ഓരോ ജോലികളും ചെയ്തു തീർക്കുന്നേ, അതും ഒരു മിസ്റ്റേക്ക്. ഹേയ് റോൺ സാറേ, ഇവര് പറയുന്ന പോലൊന്നും അല്ല. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അത് വലിയ ഗ്രേറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ സാറിന്റെ സാലറി വാങ്ങിച്ചിട്ടല്ലേ ജോലി ചെയ്യുന്നത്. ആ രാജു, നീ ആ ഫയലിംഗ് എന്ന് സാർ. എന്തായാലും ഇവൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അച്ഛന് വലിയ റിയാക്ഷനും ഇല്ല. അപ്പ ഏതായാലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് കഴിയും. രക്ഷപ്പെട്ടു.
രാജു നിനക്കിറങ്ങാൻ സമയമായോ? ആ ആയി സർ. ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവസാനം വരെ നോക്കി വെരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല സർ, ഞാൻ 1-2 തവണ റീചെക്ക് ചെയ്തതാ. എങ്കിൽ ഞാൻ സൈൻ ചെയ്തേക്കാം. എങ്കിലും ലേറ്റ് ആക്കണ്ട, നീ ഇറങ്ങിക്കോ. ആ ശരി സർ. റോഹൻ ഇരിക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അച്ഛനും അമ്മയായി ഞാൻ ഉടനെ വരുന്നുണ്ട്. അവരാണല്ലോ അങ്കിളുമായി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ രോഹൻ അച്ഛനോടൊന്നും തുറന്നു പറഞ്ഞില്ലേ? അങ്കിളിനോട് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? കമോൺ റോഹൻ, കാര്യം എന്താ വെച്ചാ പറയൂ. അല്ലെങ്കിൽ എനിക്ക് ഹൃദയമായി ഒന്ന് ഔട്ടിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഔട്ടിങ്ങിനോ? അങ്കിൾ, കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അന്ന് അങ്കിളിനോട് ചോദിച്ച് ഞാനും വലിയച്ഛനും പോയെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഹൃതികയും പേഴ്സണലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതിനുവേണ്ടി ഒരു സ്പേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഔട്ടിങ് അല്ലെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും സംസാരിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. റോഹൻ ഒരു കാര്യം ചെയ്യും, ഹൃതികയും കൂട്ടി പുറത്തുപോയി ഒന്ന് മനസ്സോടും സംസാരിക്കാം. താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. സോറി, ഹൃതികയ്ക്ക് എന്നോടൊപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്കിൾ, ഹൃതിക ചിരിച്ചു. അപ്പോ ഹൃതികയ്ക്ക് സമ്മതമാണ്. ഹൃതിക, നമുക്കിറങ്ങാം. ഹലോ, ഇല്ല, ഞാൻ രാജുവിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. പറഞ്ഞോ. ഇല്ല. ഹൃതിക, ഐ എം സോറി. എനിക്ക് അങ്കിളിനോട് താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔട്ടിങ്ങിന് വരാൻ പറഞ്ഞത്. ഒന്നും തോന്നല്ലേ, തന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. താനൊരു കാര്യം ചെയ്യ്, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ, ലേറ്റ് ആവല്ലേ? ഇല്ല, ഞാൻ വേഗം വരാം. അമ്മ എന്താ ആലോചിക്കുന്നത്? ആ ലക്ഷണം കെട്ടവള് നിന്റെ മുറിയിലേക്ക് താമസത്തിന് കയറിയപ്പോഴേ തുടങ്ങി എനിക്ക് എരണക്കേട്. അതെ അമ്മേ, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഒരുപാട് കാലം അവളും അവളുടെ കുഞ്ഞിവിടെ നിന്നാ അത് നമുക്ക് ആപത്താം. ഇപ്പൊ തന്നെ അവളോടും കുഞ്ഞിനോടും എല്ലാവർക്കും ഒരു പ്രത്യേക സെന്റിമെന്റ്സാ. നമുക്ക് അവളോടൊന്ന് സംസാരിച്ചു നോക്കാടാ. കുറച്ചധികം ക്യാഷ് ചെലവാക്കിയാലും കുഴപ്പമില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ഒതുക്കാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണോ അമ്മയുടെ പ്ലാൻ? അല്ല, അങ്ങനെ അല്ലാതെ തന്നെ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ദാരിദ്ര്യത്തിന്റെ മുകളില് എന്ത് കച്ചവടവും നടക്കൂടാ മോനെ. കൊട്ടേഷനൊന്നും വേണ്ട. നല്ലൊരു കൊട്ടേഷൻ പാർട്ടിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ പകുതി അവൾക്ക് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊന്നു കളയുന്ന അവളെ ചെറുതായി ഒന്ന് വിരട്ടിയാലേ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് പൊടിയും തട്ടി അവൾ അവളുടെ പാട്ടിന് പോയിക്കോളും.
അത് ശരിയാ അമ്മേ. അതിന് സമയമുണ്ട്. പക്ഷേ ഇനി ഒട്ടും വൈകിക്കാതെ ഉടനെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെന്താ അമ്മേ? നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കരുത്തരായ നമ്മുടെ ശത്രുക്കൾ, അവരെ നേരിടാൻ നമുക്ക് സമയമായി. ആദ്യം പത്മാവതി എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവളെ ഒതുക്കണം. അതിനുശേഷമേ നമ്മുടെ ഇടയിലേക്ക് അവസാനം വന്നു കയറിയ പുതിയ അതിഥിയെ വന്നതുപോലെ തിരിച്ചു പറഞ്ഞു വിടണം. ആരെ? എടാ, ആ റോഹനെ. അത് ഞാൻ ഏറ്റു അമ്മേ. പിന്നെ പത്മാവതി അമ്മ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആണോ? അതെ അമ്മേ. അമ്മായിയെ പിന്തുടരാൻ ഞാൻ ഒരുത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ അമ്മയെ ഫോളോ ചെയ്തു. അവരുടെ വീടൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ എനിക്കൊരു ഉത്തരവ് മാത്രം തന്നാ മതി, നമുക്ക് അമ്മയെ തൂക്കാം. മിടുക്കൻ. നീയാടാ അമ്മയുടെ ചുണക്കുട്ടി. ദീപക്കേ, നീ പോയി അവൾ എവിടെയാണെന്ന് വെച്ചാ ചെന്നവളെ പൊക്കി നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട. ശരി അമ്മേ. ആ മോനെ. എന്താ അമ്മേ? അതെ, നീ സൂക്ഷിക്കണം. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അമ്മ ധൈര്യമായിട്ടിരിക്കേ. അമ്മായിയുടെ കാര്യം ഞാൻ ഏറ്റു. ചെല്ല്. ശ്ശേ, ഉടനെ വരാന്ന് പറഞ്ഞിട്ട് ആളെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഋതിക, രോഹൻ, ഇതെന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഐ എം സോറി. ആക്ച്വലി ഋതിക ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ കളറാണ് എന്റെ ഫേവറേറ്റ് കളർ. എന്റെ ഫേവറേറ്റ് കളറിൽ ഋതികയെ കണ്ടപ്പോ ഞാൻ, എന്നാ വാ നമുക്കിറങ്ങാം. രോഹൻ നടന്നോ? ദൈവമേ, രോഹൻ എന്നോട് സംസാരിക്കാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കണേ. അല്ലാതെ രോഹനെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞ് രോഹനെ നിർബന്ധിക്കൊന്നും ചെയ്യല്ലേ. പോകാം.
ആയിരിക്കും. ദീപക്കേ, എന്താ ഇത്? എന്തിനാ എവിടേക്ക് വന്നേ? നീ പോവാൻ നോക്ക്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോ, പോലീസിനൊന്നും വിളിക്കല്ലേ. പോലീസിന് എനിക്ക് പേടിയാ. നീ പരിഹസിക്കണ്ട. നിന്റെ അമ്മയുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഏമാമാര് മാത്രമല്ല, സത്യസന്ധരായ പോലീസുകാരും ഈ നാട്ടിലുണ്ട്. ആണോ? അമ്മായിയുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ ഈ സത്യസന്ധരായ പോലീസുകാര്? അല്ല അമ്മായി, ഒരു അനന്തരവൻ അമ്മായി കാണാൻ വന്നത് ക്രിമിനൽ കുറ്റമാണോ? ഞാൻ അമ്മായിയെ തടയുന്നൊന്നുമില്ല. അമ്മായി പോലീസിനെ വിളിച്ചോ. വിളിച്ചോ അമ്മായി. സത്യസന്ധരായ പോലീസുകാരാരാണെന്ന് ഞാനും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. വിളിക്കാം അമ്മായി. കോള് പോകുന്നില്ല അല്ലേ? പോയില്ല. അമ്മായിയുടെ ഫോണിന്റെ കൺട്രോളുവേ ഇപ്പൊ എന്റെ കയ്യില. അമ്മായിയുടെ ഫോണേ ഞാൻ ചെറുതായിട്ടൊന്ന് ഹാക്ക് ചെയ്തു.